ഹായ് ഫ്രണ്ട്സ്, നമ്മൾ വർഷങ്ങൾക്ക് ശേഷം നടന്ന സിനിമ കാണാൻ വന്നതായിരുന്നു. ടിക്കറ്റ് കിട്ടിയില്ല. അപ്പോൾ നമ്മൾ ഏതായാലും ടിക്കറ്റ് കിട്ടില്ല, ഹോട്ടലിലൊന്ന് ആഹാരം കഴിക്കാൻ വെച്ചു. അപ്പോൾ നമ്മൾ പേരാവൂർ രാജധാനി ഹോട്ടൽ ഏതായാലും ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് കേരളത്തിൽ ഒരു ടാക്സി ഉണ്ട് കേരളം. അവിടെ 9 മണിക്കൊരു 9:30 ഷോ ഉണ്ട്. അതിനുവേണ്ടി ടിക്കറ്റിന് വേണ്ടി പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിന് ടിക്കറ്റ് കിട്ടുവാണെങ്കിൽ 9 മണി 9:30 ഷോ കഴിഞ്ഞ് കേരളമല്ല, കണിച്ച ദേവ് സിനിമ കണിച്ചാണ്, കേരളമല്ല. അപ്പം അത് കണ്ടിട്ട് വീട്ടിലേക്ക് പോകാൻ കഴിയും. ഏതായാലും നമ്മൾ മോഹൻലാൽ പൂവണിക്കാൻ തന്നെയാണ് തീരുമാനം. ഹോട്ടലിൽ ഭക്ഷണത്തിന് ഓർഡർ ചെയ്തിട്ടുണ്ട്. പേരാവൂരാണ് രാജധാനി ഹോട്ടൽ, KK ഗ്രൂപ്പ്സിന്റെ കണ്ണൂരത്തെ ബസ് സ്റ്റാൻഡിലും ചെയ്തവരാണ്. ഹായ് ഗൈസ്, നമ്മുടെ ഭക്ഷണം വന്നു. പൊറോട്ട വന്നു, ചിക്കൻ കറി വന്നു. ഹായ് ഫ്രണ്ട്സ്, നമ്മൾ ഭക്ഷണം കഴിച്ചു. ഇനി നമ്മൾ പോകുന്നത് കണിച്ചാർ എന്ന് പറഞ്ഞ സ്ഥലത്ത്. അവിടെയാണ് തിയേറ്റർ. 9:30 ഷോ ആണ്. 9:30 മണിയായി. തിയേറ്ററിലേക്ക് പോകുന്നതാണ് കണിച്ചാർ എന്ന് പറയുന്ന സ്ഥലത്ത്. ഇവിടുന്ന് ഒരു 3 കിലോമീറ്റർ ദൂരം, മണത്തറയിൽ നിന്ന് 3 കിലോമീറ്റർ ദൂരം കണിച്ചാർ. മണത്തറയിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറം കണിച്ചാർ എന്ന് പറയുന്ന സ്ഥലം. അവിടെയാണ് തിയേറ്റർ ഉള്ളത്. ഇപ്പം ഏകദേശം 9:30 മണിയായി. 10 മണിക്കാണ് ഷോ. അപ്പോൾ ടിക്കറ്റ് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ട്. പേരാവൂർ പോയപ്പോൾ ടിക്കറ്റ് ഇല്ലായിരുന്നു, അതുകൊണ്ട് പേരാവൂരിൽ നിന്ന് കാണാൻ പറ്റിയില്ല. അതുകൊണ്ടാണ് കണിച്ചാറിലേക്ക് പോകുന്നത്. എന്തായാലും നമ്മൾ സിനിമ കണ്ടിട്ടേ മടങ്ങും. വർഷങ്ങൾക്ക് ശേഷം എന്ന് പറഞ്ഞ സിനിമ കാണാനാണ്. എന്തായാലും കാണണം. അപ്പോൾ നമ്മളിപ്പോൾ ഇനി 2 കിലോമീറ്ററിലേക്കാണ്. ഇവിടെയാണ് തോന്നുന്നല്ലേ, ഇതല്ല എൻട്രൻസ്. ഇതാണ് എൻട്രൻസ്. ദേവിന്റെ എൻട്രൻസ് ഇതാണ് ദേവ്. ഇല്ല ലോക്കിയ. ഇതാണ് നമ്മുടെ ദേവ് തിയേറ്റർ. കണിച്ചാർ എന്ന് പറയുന്നത്. കണിച്ചാർ നമുക്ക് പാർക്കിങ്ങിന് സ്ഥലം കിട്ടിയില്ല. നമ്മളങ്ങ് താഴെ കൊണ്ട് വെക്കുന്നു. അപ്പോൾ രാത്രി 10 മണിക്ക് സിനിമ കാണാനും ഇവിടെ ഫുള്ള് ജനങ്ങളാണ്. ഒരു മലയോര ഗ്രാമമാണ് പേരാവൂർ പഞ്ചായത്തിലെ കണിച്ചാർ പഞ്ചായത്തിൻ്റെ കണിച്ചാർ എന്ന് പറയുന്ന സ്ഥലം. പേരാവൂരിനും കേരളത്തിനിടയിലുള്ള ഒരു സ്ഥലമാണ് കണിച്ചാർ. ഈ സിനിമ നാട്ടിൽ 3 തിയേറ്റർ ഉണ്ട്. കണിച്ചാർ എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മൾ വന്നത്. 10 മണീൻ്റെ സെക്കൻഡ് ഷോനാണ്. അപ്പോൾ സെക്കൻഡ് ഷോന് എത്രയും ആൾക്കാരുണ്ട്, ഒരുപാട് ആൾക്കാരുണ്ട് സെക്കൻഡ് ഷോ കാണാൻ. ഇത് നമ്മുടെ ഫ്രണ്ടാണ് ഇരിക്കുന്നത്. ഫ്രണ്ടും ഭാര്യയാണ്. ഭാര്യയും ഫ്രണ്ട് നമ്മളെ കണ്ട് മൈൻഡ് ചെയ്യുന്നില്ല. ഇതാ നമ്മൾ ഒരുമിച്ച് പഠിച്ച് ഒരു ചങ്കായിരുന്നു. ചങ്ക് പൊട്ടിപ്പോയി. ഇപ്പൊ കൈ പറ, കൈ പറ. നമ്മുടെ ചങ്കിനെ കണ്ട സിനിമ ഹാളിൽ വെച്ച് ചങ്കിനെ കണ്ടു. ചങ്കും ഭാര്യ ഒറ്റ വന്നാണ്. ഇങ്ങോട്ട് നോക്കോ, അടുത്തിട്ടാണ്. ഏതാ പടം കാണുന്നത്? അതന്നെ വർഷങ്ങൾക്ക് ശേഷം. ഭാര്യയുണ്ട്. അതൊക്കെ ഇങ്ങോട്ട് പടം കൊണ്ട് എപ്പോഴും ഇവിടെ വന്നിട്ടാണ്.
ആ സുഖം. കൈ കാണി, ഹായ് പറ. ടിക്കറ്റ് കിട്ടിയാ? ഋഷി ടിക്കറ്റ് കിട്ടിയാ? അല്ല, ഇവിടുന്ന് തിരിച്ചു പോണ്ടി വരുവാ? ഇവിടുന്ന് തിരിച്ചു പോണ്ടി വരുവാ? കിട്ടി? അറിയാ, തിരക്കുണ്ട്, നല്ല തിരക്കാന്നല്ലോ. ഇതാണ് നമ്മുടെ ടിക്കറ്റ്. സീല് 11, 12, 13. ബ്ലോക്കാന്നല്ല വണ്ടി. ആശാനത്ത് പ്രധാന പ്രശ്നം തൊഴിലാളികളുടെ അതിനൊരു മാർഗമുണ്ട്. ഈ Commerce professional courses. Only from Indian Institute of Commerce. Lecture. Commerce is the future. Learning affordable. നമുക്ക് വേറെ എന്തെങ്കിലും നോക്കാം. ഇത് രണ്ടുപേരും ഒരേ പ്രോഡക്റ്റ് ആണ് യൂസ് ചെയ്യാൻ പോകുന്നത്. സ്ത്രീകളുടെയും പുരുഷന്മാരുടെയും പോലെ അങ്ങനെ സിനിമ കഴിഞ്ഞ് നമ്മള് തിരിച്ചു പോന്ന രാത്രി സമയം എത്രയായപ്പോൾ? സമയം 12:57. 1 മണി. സിനിമ ആരാൻ പറഞ്ഞു കേട്ടത് ഇതേമാതിരി സിനിമക്ക് വരും. സമയം 1 മണിയായി. സെക്കൻഡ് ഷോ കഴിഞ്ഞ് നമ്മള് വീട്ടിലേക്ക് പോവാണ്. കടിച്ചാർ എന്ന് പറഞ്ഞ സ്ഥലത്ത് മണത്തന എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോവാണ്. സിനിമയെ കുറിച്ച് പറയാണ്, നമുക്ക് ആർക്കും ഇഷ്ടായില്ല. 3 പേർക്കും ഇഷ്ടായില്ല. ഓക്കെ, ബൈ. ഹായ് ഫ്രണ്ട്സ്. അപ്പോൾ നമ്മള് രാവിലെ അമ്പലത്തിൽ പോയി അവരാണ്. ഇന്നലെ ലേറ്റായി കിടന്നുറങ്ങാൻ. സിനിമയെല്ലാം കഴിഞ്ഞ് എത്തുമ്പോഴത്തേക്ക് 1 മണിയായി. ഇപ്പോൾ രാവിലെ ഒന്ന് അമ്പലത്തിൽ പോകണം, തിരിച്ച് കണ്ണൂരിലേക്ക് യാത്ര. അപ്പോൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി പോവാം. ഹായ് ഗൈസ്. അപ്പോൾ നമ്മൾ അമ്പലത്തിലെത്തി. ഇത് നമ്മുടെ നാട്ടിലുള്ള നമ്മളെ സ്വന്തം അമ്പലമാണ്. ചെറുപ്പകാലത്ത് കളിച്ച് വളർന്ന ഒരു സ്ഥലമാണ്. അവിടെയുള്ളൊരു അമ്പലമാണ്. ഇന്നിവിടെ ഗണപതി വിഗ്രഹം പ്രതിഷ്ഠയാണ്. അപ്പം അതിന് വേണ്ടിയിട്ട് വന്നതാണ്. അപ്പോൾ ഏതായാലും ആ പരിപാടി ആ ആ
ആ ഓ അതെ അറിയണ്ടേ രാമട്ട ഒന്ന് നോക്ക് പുറാന്ന് രാമട്ടൻ ഡെപ്യൂട്ടി തഹസിൽദാർ ഡെപ്യൂട്ടി കളക്ടർ നമ്മുടെ സുഹൃത്താന്ന് അയൽവാസിയാണ് എല്ലാം അതെ ₹10,000 എന്ന ചെലവ് ഒരു മാസം ഒരു ദിവസം